ഇപ്പം നമ്മളിപ്പോൾ ഈ മൺസൂണിൻ്റെ സമയത്തൊക്കെ കൊടുങ്കാറ്റുകളെ പറ്റിയൊക്കെ കേൾക്കാറുണ്ട്. കൊടുങ്കാറ്റുകൾ വലിയ വലിയ ഇപ്പോൾ ശ്രീലങ്കയിലാണെങ്കിലും വലിയ കൊടുങ്കാറ്റ്. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ഇൻഫ്ലമേറ്ററി കൊടുങ്കാറ്റിനെ ഒരു പരിധി വരെ ഇത് തടയിടാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നല്ലൊരു പരിധി വരെ തടയിടാൻ സാധിച്ചു. അതുകൊണ്ട് നമുക്ക് ചൈനയിൽ ഉണ്ടായിരുന്ന കോവിഡ് കെയർ സെൻ്ററുകൾ, ഹോസ്പിറ്റലുകൾ എല്ലായിടത്തും മോളിക്കുലർ ഹൈഡ്രജൻ ഇൻഹലേഷൻ മെഷീനുകൾ ഉണ്ടായിരുന്നു. അതേസമയം അവരുടെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ ഇതിലെടുത്ത് നോക്കുമ്പോൾ ഈ ചൈനീസ് ആ കോവിഡ് ടൈമിലുള്ള വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം മോളിക്കുലർ ഹൈഡ്രജൻ തെറാപ്പി എടുത്ത് അതിൽ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരുടെ ടെസ്റ്റ് മണീസ് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല അതിനുശേഷം പിന്നെ ഈ മോളിക്കുലർ ഹൈഡ്രജൻ അവരുടെ ട്രീറ്റ്മെൻറ്റ് ഒരു ഭാഗമാക്കി അവർ മാറ്റിയത്. ഈ ഡോക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡിൻ്റെ സമയത്താണോ ശരിക്കും പറഞ്ഞാൽ ഈ ഹൈഡ്രജനെ പറ്റി? ഞാൻ 2022 ഞാൻ ആദ്യമായിട്ട് മോളിക്കുലർ ഹൈഡ്രജനിലേക്ക് വരുന്നത്. 2022, 23, 24 ഈ 3 വർഷത്തിൽ ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ട് പഠിക്കുകയുണ്ടായി. നമുക്ക് US നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആയിട്ടുള്ള മോളിക്കുലർ ഹൈഡ്രജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വളരെ ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ അവരുടെ ഏകദേശം ഓരോ ലെവൽസ് ഓഫ് ട്രെയിനിങ്ങും ഉണ്ട്. അവർ മോളിക്കുലർ ഹൈഡ്രജനെ സമഗ്രമായിട്ട്, അതായത് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഓരോ സിസ്റ്റം എടുത്തു വെച്ചിട്ട് കാർഡിയോവാസ്കുലർ സിസ്റ്റം, റീനൽ സിസ്റ്റം, അതുപോലെ തന്നെ പൾമണറി സിസ്റ്റം, അതുപോലെ തന്നെ ഹെപ്പാറ്റിക് സിസ്റ്റം, ന്യൂറോളജി സിസ്റ്റം എടുത്തു വെച്ചിട്ട് മോളിക്കുലർ ഹൈഡ്രജൻ ഇവിടെയുള്ള ബേസിക് യൂണിറ്റുകൾ, അതായത് കോശങ്ങൾ, ടിഷ്യൂവിൽ, ഓർഗൻസിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുന്നു, നമുക്ക് ബെനിഫിഷ്യലായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള എന്തൊക്കെ എഫക്ട്സ് വരുത്തുന്നു, എന്തൊക്കെ അസുഖങ്ങളിൽ നമുക്ക് മോളിക്കുലർ ഹൈഡ്രജൻ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് സമഗ്രമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഓൾറെഡി അവിടെ ഒരുപാട് കാലമായിട്ട്, അതായത് ഒരു 6-7 വർഷങ്ങൾക്ക് കൂടുതലായിട്ട് റീസെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ലീ ബാരൺ എന്നുള്ള പോലെയുള്ള ഫിഗേഴ്സ് ഇപ്പോഴും ഉണ്ട്. അവരിപ്പോൾ ഇത് അമേരിക്കൻ രാജ്യങ്ങളിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഒരുപാട് പ്രാധാന്യം അറിയിക്കുന്നത് കൊണ്ടും ഒരുപാട് എക്സ്പീരിയൻസ് സെൻറ്റേഴ്സ്, ക്ലിനിക്കുകൾ ഇതെല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ട്.